ഒരു വലിയ തറവാട്ടിൽ ജീവിച്ച് വലിയ പണക്കാരന്റെ മകനായി ലോകം മുഴുവൻ അറിയപ്പെട്ട കൂട്ടുകാരനല്ല, ഒരു ആലിമല്ല, ഒരു സയ്യിദല്ല. അറിയുമോ നിങ്ങൾക്ക്, 7 ദിവസമായി ആ വീട്ടിൽ ദിക്ർ നടന്നുകൊണ്ടിരിക്കുന്നു. 500 പേരിൽ കുറയാത്ത ആളുകൾ ആ വീട്ടിൽ ദിക്റില്ല. ബഹുമാനപ്പെട്ട ഖബറുൽ ഉലമാ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സോടെ പൊരുത്തത്തിലായി കൊടുക്കുമാറാകട്ടെ. ഖബറുൽ ഉലമാ ഇന്നലെ രാത്രി പാലക്കാട് മുഅല്ലിം സമ്മേളനം കഴിഞ്ഞ് ഇന്നലെ രാത്രി തന്നെ പെരുമ്പാവൂരിലേക്ക് വന്ന് അവിടെ എറണാകുളത്തെ മർക്കസിന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് 3 വേദിയിൽ പങ്കെടുപ്പ്. അവിടുന്ന് ഖാദിസിയ്യ പള്ളിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് നദീറിന്റെ വീട്ടിൽ വന്ന് പ്രിയപ്പെട്ട കൂട്ടുകാരൻ നദീറിന് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങള് ഇന്ന് 1:30 വന്ന് ബഹുമാനപ്പെട്ട നദീറിന്റെ ഖബറിടത്തിൽ വന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഖലീൽ തങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരെല്ലാമാണ് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തൃശ്ശൂർ ജില്ലയിലെ 300ഓളം വരുന്ന യൂണിറ്റ് കേന്ദ്രങ്ങളിൽ നദീറിന് വേണ്ടി എല്ലാ ദിവസവും ദിക്ർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, യാസീൻ ഓതിക്കൊണ്ടിരിക്കുന്നു. എന്താ നദീർ നേടിയത്? എന്താ നദീർ വരവച്ചത്? എന്താണ് നദീർ കൊണ്ടും പ്രവർത്തിച്ച മേഖല ഏതാണ്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഞാൻ എടുത്തു തരുന്നത് നമ്മുടെ ചുറ്റുപാടുകൾ ഒരുപാട് പ്രകോപനത്തിന്റെയും പ്രലോഭനങ്ങളുടെയും ലോകമാണ്. ശാരീരിക ഇച്ഛകളിലേക്ക് പ്രചോദനം കൊടുക്കുന്ന ചുറ്റുപാടുകളാണ്. ഒരുപാട് ബന്ധങ്ങളുണ്ടിരിക്കും നിങ്ങൾക്കും. ഇടമുട്ടം സെന്ററിലേക്ക് പോകണമെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട കൂട്ടുകാരെന്ന് വിളിക്കുന്ന സന്ദർഭത്തിൽ അവൻ ബൈക്കിൽ നമ്മുടെ മുമ്പിൽ വന്ന് ബൈക്കുമായി വന്ന് നിൽക്കുകയാണ്. ആ കൂട്ടുകാരൻ നമ്മയും കൂട്ടി ഇടമുട്ടം സെന്ററിൽ കൊണ്ടുപോയി വിടുകയാണ്. ആ സന്ദർഭത്തിലാണ് ആ പ്രിയപ്പെട്ട കൂട്ടുകാരന് അപകടം സംഭവിച്ചു എന്നറിയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്, ഇന്ന് നമ്മുടെ ഗ്രാമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവൻ മരണപ്പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്നൊന്ന് കാണുന്നു, കണ്ണുനീർ ഒലിപ്പിക്കുന്നു. ചില ആളുകൾ കരയുന്നു, ചില ആളുകൾ അപ്പുറം ചേർന്നിരുന്ന് പറയുന്നു അവരും പോയി എന്നൊരു വാക്ക് പറഞ്ഞു നിർത്തുന്നു. ചില ആളുകൾക്ക് വ്യസനം സഹിക്കാൻ കഴിയാതെ, അടക്കാൻ കഴിയാതെ കണ്ണുനീർ ഒലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചില ആളുകൾ ആരെല്ലാം ഉണ്ട്? എന്റെ പ്രിയപ്പെട്ടവർ കൃത്യമായി ചിന്തിക്കപ്പെടേണ്ടതാണ്, അടയാളപ്പെടുത്തേണ്ടതാണ്. ഞാനും നിങ്ങളും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ 1600ഓളം മുസ്ലിം വീടുകളുള്ള തലുക്കളം മഹല്ലത്തിൽ നിന്ന് ഞാനെന്നെ വിട പറഞ്ഞാൽ, അല്ലെങ്കിൽ 1000ഉം 600ഉം 700ഉം 800ഉം 1000ഉം 2000 മുസ്ലിം വീടുകളുള്ള സൂരൂർ മഹല്ലത്തിൽ നിന്ന് ഞാനും നിങ്ങളും വിട പറഞ്ഞാൽ, മലപ്പാട് മഹല്ലത്തിൽ നിന്ന് ഞാനും നിങ്ങളും വിട പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ